നിലമ്പൂരിൽ UDF-ഉം LDF-ഉം തമ്മിലാണ് മത്സരമെന്ന് UDF സെക്രട്ടറി CP ജോൺ റിപ്പോർട്ടറിനോട് പറഞ്ഞു. സർക്കാരിനെ മാറ്റാൻ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നിലമ്പൂർകാർക്കറിയാമെന്നും നിലമ്പൂരിൽ BJP കാഴ്ചക്കാർ മാത്രമാണെന്നും CP ജോൺ. സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാത്ത PV അൻവറുമായി എങ്ങനെ മുന്നോട്ട് പോകാനാകുമെന്നും CP ജോൺ ചോദിച്ചു. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ് UDF സെക്രട്ടറി CP ജോൺ റിപ്പോർട്ടിനൊപ്പം ചേരുന്നത്. എങ്ങനെയാണ് നിലമ്പൂരിൽ ആദ്യമൊക്കെ അൻവറിന്റെ വിവാദമായിരുന്നു, വിവാദം അടങ്ങിയോ? എങ്ങനെയാണ് UDF-ന്റെ ഇനി മുന്നോട്ടുള്ളത്? പെട്ടെന്ന് സെറ്റിൽ ചെയ്യുമല്ലോ. ഇപ്പൊ LDF-ഉം UDF LDF ഇതാണ് മത്സരം. ആ മത്സരത്തിലേക്ക് വന്നു. BJP കാഴ്ചക്കാരാണ്. മറ്റു പലയിടത്തും BJPക്ക് ഉണ്ടായിരുന്ന ആവേശമൊന്നും കാണുന്നില്ല. നിർണായകമായ ഭൂരിപക്ഷത്തോടുകൂടി ഷൗക്കത്ത് ജയിച്ചു. നിലവിൽ സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയം പറഞ്ഞു പോവുകയാണ്. അങ്ങനെ അതേ വിഷയം തന്നെ PV അൻവർ ഉന്നയിക്കുന്നുണ്ട്. PV അൻവറാണ് തെരഞ്ഞെടുപ്പിന് സാഹചര്യം ഒരുക്കിയത്. അപ്പോൾ അത് വോട്ട് വിഘടിക്കാനുള്ള ഒരു വഴിയൊരുക്കില്ലേ? നിലമ്പൂരിലെ വോട്ടർമാരെ നമ്മൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സർക്കാരിനെതിരായിട്ട് UDF-നാണോ അൻവറിനാണോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അവരോട് പറയണോ? ഈ സർക്കാരിനെ മാറ്റണമല്ലോ. ഈ സർക്കാരിനെ മാറ്റുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനം UDF അല്ലേ. അവിടെ വ്യക്തികൾക്ക് സ്ഥാനമൊന്നുമില്ല. അതുകൊണ്ട് അവർ ഈ സർക്കാരിനെ മാറ്റാനുള്ള വോട്ട് UDF-നെ ചെയ്യും. UDF-ന് ഏറ്റവും പ്രതീക്ഷയുള്ള മേഖലയാണ് മലബാർ, കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് മലപ്പുറം വരെയുള്ള ജില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അവിടെ ഒരു പക്ഷേ സമാനമായ രാഷ്ട്രീയ നിലപാടുള്ള എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതല്ലേ UDF-ന് അനുകൂലം? പ്രത്യേകിച്ച് PV അൻവറിനെ കൂടെ ചേർത്ത് നിർത്താനുള്ള ഏതെങ്കിലും ആലോചന ഇനിയും ഉണ്ടാവും? ഇനി അതൊക്കെ തീർന്നില്ലേ? നമ്മൾ ചേർത്ത് നിർത്തി അതിൽ കൂടുതൽ എങ്ങനെ ശ്രമിക്കും? വ്യക്തിപരമായിട്ട് ഞാനും ശ്രമിച്ച കൂട്ടത്തിലൊരാളാണല്ലോ. പക്ഷെ സ്ഥാനാർത്ഥി അംഗീകരിക്കാതെ എങ്ങനെയാ ഇലക്ഷൻ നടത്തുക? നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ 5-ാം തീയതി വരെ സമയമുണ്ട്. ഈ 5-ാം തീയതിക്കുള്ളിൽ ഏതെങ്കിലും സമയത്ത് PV അൻവർ പിന്തുണയുമായി വരുന്നു, എന്ത് ചെയ്യും UDF? ദിസ് ഈസ് പ്രോബ്ലം. അപ്പം പ്രതീക്ഷ ഒട്ടുമില്ല. അല്ല, അത് അദ്ദേഹത്തിന്റെ പ്രശ്നമാണ്. അപ്പം UDF-നെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി പ്രചാരണ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണ്. കാരണം ഇനി 16 ദിവസം മാത്രമാണ് പരസ്യ പ്രചാരണത്തിന്. അതാണ് UDF സെക്രട്ടറി CP ജോൺ പറയുന്നത്. കൃത്യമായ രാഷ്ട്രീയം, അത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയം, അവിടെ PV അൻവർ പിന്തുണ പ്രഖ്യാപിക്കുന്നത്, അതൊന്നും UDF-ന്റെ ചിന്തകളിൽ പോലും ഇപ്പോഴില്ല. UDF രാഷ്ട്രീയം പറഞ്ഞ് മുന്നോട്ട് പോകുന്നു. വീഡിയോ ജേർണലിസ്റ്റ് ബിപിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ R. ഋഷിപാൽ. റിപ്പോർട്ടർ നിലമ്പൂർ.